ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അമ്മയായിട്ട് ആസ് പ്രോമിസ്ഡ് ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കാണാൻ വന്നേക്കാണ്. ഞാനും അനുഭവം കൂടി പ്രേമൽ രണ്ടാമത് കാണാൻ ദിവസം പ്രേമൽ 50 കോടി അടിച്ച്. ഞാനും ഒന്നും കൂടി ബ്രഹ്മയുഗം കാണാൻ വന്ന ദിവസം ബ്രഹ്മയുഗം 50 കോടി അടിച്ച്. ഇന്ന് ഞങ്ങളിത് മഞ്ഞുമൽ കാണാൻ വന്ന ദിവസം മഞ്ഞുമൽ 100 കോടി അടിച്ചിരിക്കുന്നു. നമ്മുടെ ഐശ്വര്യം നോക്ക്. ക്രെഡിറ്റ് ഓബ്വിയസ്ലി അവർക്കുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അത്ര അടിപൊളി പടമായതുകൊണ്ടാണ് ഈ കാണുന്ന പ്രേക്ഷകർ സ്വീകരിച്ചത്. അപ്പോൾ നമ്മളെന്തേ സപ്പോർട്ട് കാണിക്കുമ്പോൾ അങ്ങനെയാണ്. മഞ്ഞുമൽ ഒന്നും കൂടി തിയേറ്ററിൽ കാണാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. അമ്മ ആദ്യമായിട്ട് കാണാൻ കണ്ടിട്ട് അഭിപ്രായം അമ്മയോട് ചോദിക്കാം. അതാണ് എണ്ണാമത്തേക്കാണ് ടിക്കറ്റ്. ഇത്തവണ സ്ക്രീൻ 3-ലാണ്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങൾ സോഫയിലാണ് ടിക്കറ്റ് എടുത്തത്. ഇന്ന് സോഫ ടിക്കറ്റ് കിട്ടി. വാ, അമ്മ അവിടെ ഇരുന്നിട്ടില്ല ഇതുവരെ സോഫയിൽ. കമോൺ, എവിടെയെന്ന് കാണിച്ചു തരാം. പറയാം, ഊഹിക്കാം എവിടെയെന്ന്. എന്നാ വാ. അമ്മ മറ്റേ മലയക്കോട്ട വലിപ്പം കണ്ട സെയിം തിയേറ്ററാണ്, പക്ഷെ സീറ്റ് വേറെ ആയിരുന്നു ഇത്തവണ. വാ, മുകളിലാണ്. അമ്മ കണ്ട തിയേറ്റർ അത് തന്നെയാണ്, പക്ഷെ നമുക്ക് പോകേണ്ടത് ഇതുവഴി ഇങ്ങനെ മുകളിലേക്കാണ്. അവിടെ അമ്മ ഇരുന്നിട്ടില്ല, അതാണ്. പക്ഷെ അവിടെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇത്തവണ കിട്ടി. സ്ക്രീൻ 3 ഡോൾബി അറ്റ്മോസ് 1670. എങ്ങനെയുണ്ട്? പണ്ടത്തെ ബാൽക്കണി പോലെയല്ല. നമുക്കൊരു കോൾ വന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഡോൾബിയുടെ തന്നെ സ്പീക്കേഴ്സ് ആണ് കേട്ടോ. പക്ഷെ എൻ്റെ ഫേവറേറ്റ് സീറ്റ് ഇത് ഇതാണ് കേട്ടോ, ഈ തിയേറ്ററിലാണ്. എങ്ങനെയുണ്ട് സിനിമ? അടിപൊളി സിനിമ. നമുക്ക് ഇത് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആണെന്നോ ശരിക്കും സംഭവിച്ചൊരു കാര്യമാണെന്നോ ഇത് നമ്മുടെ ഇവിടുത്തെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള ആളുകളാണെന്നോ ഇതൊക്കെയാണ് സംഭവം ഒന്നും അറിയില്ലായിരുന്നു. സമ്മതിക്കണ്ടേ ശരിക്കും പറഞ്ഞ ആ കൂട്ടുകാരാ? ഞാൻ അതല്ല, ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആദ്യം കണ്ടപ്പോ ഇതെന്തൂട്ട് സിനിമയാന്ന് എന്റെ മനസ്സിൽ. പിന്നെയാണ് എനിക്ക് ഞങ്ങള് കുറെ കണ്ടപ്പോ അമ്മ ഞെട്ടി. ആ വീഴ്ച കഴിഞ്ഞപ്പോഴാണ് ഓർത്തോ, അയ്യോ ഇത് നീല് പറഞ്ഞപ്പോഴാണ് ഇത് നടന്നൊരു സംഭവം. ഇനി നമുക്കൊരു അതിക്ക് മേൽ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. അമ്മ ഈ കണ്ട ഫുൾ സിനിമയിലെ സംഭവം ഇല്ലേ, ഫുൾ സെറ്റാണ്. ആർട്ട് ഡയറക്ടർ അമ്മാരി പണിയാണ് എടുത്തു വെച്ചേക്കണത്. അതായത് ആ അകം കാണിക്കണ ഫുൾ ഗുഹ സെറ്റാണ്. ഞാൻ കിടുങ്ങി പോയി അറിഞ്ഞപ്പോ അത്. അമ്മ കണ്ട ആ പാറ മറ്റേത് മറിച്ചെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് പറയരുതായിരുന്നു, വെളിപ്പെടുത്തരുതായിരുന്നു സെറ്റാണെന്നുള്ളത്. അത് ഒരു എനിക്ക് വെളിപ്പെടുത്തിയിട്ടും വിശ്വാസമാവേണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് രണ്ടാമത് ഇത് സെറ്റാണോന്ന് അറിയാൻ വേണ്ടി കുറെ ശ്രമിച്ച് കണ്ടു നോക്കി. ഒരു രീതിയിലും ഇത് സെറ്റാണെന്ന് മനസ്സിലായില്ല. ഒരു കൊമ്പില് എല്ലാരും കേറിയിരിക്കണ ഒരു സീൻ കാണിക്കണല്ലേ, അതും സെറ്റാണ്. അത് സെറ്റാണ്. ശരിക്കുമുള്ള ഒരു കൊക്കയുടെ അവിടെ കൊണ്ടുപോയി സെറ്റ് ഇട്ട് അതിന്റെ മുകളിൽ കയറ്റി അവർ ഷൂട്ട് ചെയ്തതാണ്. ഡയറക്ടറെയും ആർട്ട് ഡയറക്ടറെയും സമ്മതിക്കണ്ടേ. നമുക്കറിയാലോ, എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറുപ്പം തൊട്ടുള്ളവരാ. അങ്ങനെയുള്ള കൂട്ടുകാരുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ സിനിമ കാണാൻ. സമ്മതിക്കണം, ദൈവതുല്യം അല്ലേ? അങ്ങനത്തെ അതാണ് ചിലപ്പോഴല്ല. നമുക്ക് ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിനയിച്ചാല്? നീരജ് മാധവല്ല, അത് ബാസിയാണ്. അമ്മക്ക് എപ്പോഴും മാറി പോകേണ്ടി വരും. ആ ചെളി കിടക്കുന്ന സീനൊക്കെ സലീംകുമാറിന്റെ മോൻ. പിന്നെ ആ പോലീസുകാരനായിട്ട് അഭിനയിച്ച ആ ഒരു ചേട്ടനുണ്ടല്ലോ, പുള്ളി കുറെ വർഷങ്ങളായിട്ട് തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ നടന്ന് ചാൻസ് ചോദിച്ച് നടന്ന് ഒന്നും കിട്ടാതെ പോയ ഒരു ചേട്ടനാണ്. ആ ചേട്ടന് ഈ സിനിമയിൽ ഈ റോൾ കിട്ടിയത്, ആ പോലീസുകാരന്റെ. ആ അതെ, അടിച്ചപ്പോ 100 കോടി പടം തന്നെ അഭിനയിക്കാൻ പറ്റി. അതെ അതെ അല്ലേ, ഒരുപാട് സിനിമ അഭിനയിക്കുന്ന കാര്യമില്ല. ശരിയാ. അപ്പൊ പടം സൂപ്പർ. എവിടെ കാണണം അമ്മയുടെ അഭിപ്രായത്തില്? അപ്പൊ ഇത് OTT കാണണോ തിയേറ്ററിൽ കാണണോ? ഇത് തിയേറ്ററിൽ കാണണോ? കലണ്ട കൂലിയിലൊക്കെ വീണ അല്ലെങ്കിൽ അറിയില്ലല്ലോ, വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അറിയില്ല. തിയേറ്ററിൽ പോയി. പടം എങ്ങനെയുണ്ടോ? സൂപ്പർ സൂപ്പർ, കിടിലം. 100 കോടി അടിക്കാനുള്ള പടം ഉണ്ട്. ശരിക്കും പറഞ്ഞാ ഈ ഫെബ്രുവരി മലയാള സിനിമക്ക് വലിയൊരു സമ്പത്തായി മാറിയേക്കാണ്. വന്നേക്കണ 4 പടമാണ് കിടിലനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ, ഇതുപോലെ ഫ്രണ്ട്സിനെ കിട്ടട്ടെ എന്നല്ലേ? ആ കാര്യത്തില് ഞാൻ ഭാഗ്യവാനല്ലേ? ഒന്നാം ക്ലാസ് തൊട്ട് അറിയാവുന്ന ഇങ്ങോട്ട് ഒരു കൂട്ടുകാരനാ. ഞാൻ പറയാട്ടാ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും. മനു, കപില്, കുഞ്ഞു, ഡിനു, അങ്ങനെ കുറെ പേര് സ്കൂളിൽ ഞങ്ങൾ ആദർശയില് ഭവൻ സാക്ഷര വിദ്യാലയയില് 1ാം ക്ലാസ് തൊട്ട് ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരുണ്ട്. അപ്പൊ
ഈ കൂട്ടുകാരുടെ ഇടയിൽ ഈ സിനിമ എല്ലാവരും കണ്ടതിന് ശേഷം ഞാൻ അവരോട് ഒരു അഭിപ്രായം ചോദിക്കാം. അവർ വീഡിയോ വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. അവർക്ക് വീഡിയോ എടുക്കൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ ക്യാമറ ഇഷ്ടമുള്ള ആൾക്കാരല്ല. പക്ഷെ അതിലൊരു കൂട്ടുകാരൻ ഈ സിനിമ കണ്ടതിന് ശേഷം വിളിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ എന്താണ് ഇതുപോലെ ഞാൻ കുഴി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്. എല്ലാവരുടെ ആൻസർ സിമ്പിളാ. ഒരു കാരണവശാലും അവനെ കുഴിയിൽ നിന്ന് കയറ്റാതെ വീട്ടിലേക്ക് വരില്ല ഞങ്ങള്. അത് നമുക്കറിയാം അതെന്തുകൊണ്ടാണെന്നുള്ളത് അല്ലേ. അതൊക്കെ അതായത് എനിക്ക് അതുകൊണ്ട് ഈ സിനിമ അത്രയും കണക്ട് ആയത്. കാരണം എനിക്ക് ഇതുപോലുള്ള കൂട്ടുകാരുണ്ട്. ഒരു കാരണവശാലും ഞാൻ ആ കുഴി ഞാനാണ് വീണെങ്കിൽ എനിക്ക് 100% ഉറപ്പാണ് എന്താണ് എന്നെ എന്തായാലും രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന്. അങ്ങനെയുള്ള കൂട്ടുകാർ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതുപോലെയുള്ള ആൾക്കാരാണ് കൂട്ടുകാരാക്കാൻ. അത് ഈ സിനിമ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് പടങ്ങളിലൊന്നാണ്. ഞാൻ അതാണ് പറഞ്ഞത് ആദ്യം സിനിമ കണ്ടപ്പോ. കാരണം സുഹൃത്ത് ബന്ധം ഏറ്റവും അടിപൊളിയായിട്ട് കാണിക്കുന്ന ഒരു സിനിമകളിലൊന്നാണ് മലയാളത്തിലെ. അപ്പൊ അമ്മ അപ്രൂവ്ഡ് ആണ് അല്ലെ? തിയേറ്ററിൽ കാണാൻ വേണ്ടിയോ? തിയേറ്ററിൽ കാണാൻ പറ്റും. കാരണം കുഴിയിലോട്ടൊക്കെ വീണവര് നമ്മുടെ വീട്ടിലിരുന്ന് അത്ര ശബ്ദം കിട്ടത്തില്ലല്ലോ. അപ്പൊ അമ്മ അപ്രൂവ്ഡ് ആണ്. ഈ ബ്രഹ്മയുഗത്തിന്റെ കേസിലും അമ്മ പറഞ്ഞിരുന്നു. ഇതും അത് തന്നെയാണ് എനിക്കും അമ്മയ്ക്കും പറയാനുള്ളത്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്, മസ്റ്റ് വാച്ച്. ഈ സിനിമകളൊക്കെയാണ് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഈ സിനിമ ഒരുപാട് എന്താ പറയാ നല്ല നല്ല കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ടാറ്റ പറഞ്ഞു. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ്. ഒന്നും നോക്കട്ടെ, ഇനി ആരെയും കാണാൻ ബാക്കിയുണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ രണ്ടാമത് കണ്ടുകൊണ്ട് ഞാൻ ഈ അഭിപ്രായമായിട്ടൊന്നേ ഉള്ളൂ. ഈ സിനിമ രണ്ടാമതല്ല, എത്ര തവണ വേണമെങ്കിൽ കാണാം. എന്നെ സംബന്ധിച്ച് ഇതൊരു കിടില ഫ്രണ്ട്ഷിപ്പ് പടമാണ്. ഞാനിത് 3 അല്ല 4 തവണയല്ല, എനിക്ക് ഈ സിനിമ എന്ത് കാരണവശാലും മറക്കാൻ പറ്റില്ല. അത്രയും എന്നെ ടച്ച് ചെയ്തൊരു പടമാണ്. എന്തായാലും ഈ സിനിമ 100 കോടി അടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലെ നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ വരട്ടെ, ഇത്ര എനിക്ക് പറയാനുള്ളത്. ആസ് എ മൂവി ലവർ ഐ ആം സോ ഹാപ്പി. പിന്നെ ഇതുപോലെയുള്ള ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അവരോട്. അത് ഞാൻ പറയണം. ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാൻ പറഞ്ഞത്, അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഈ പടത്തിൻ്റെ മേക്കപ്പ് ചെയ്തത് റോണക് സേവ്യർ. അദ്ദേഹം തന്നെയാണ് നമ്മുടെ പ്രേമലുവിൻ്റെയും ബ്രഹ്മയുഗത്തിൻ്റെ ഒക്കെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ് ബ്രോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ഇമ്പോർട്ടൻറ്റ് ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സീനിലെ മേക്കപ്പ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾ കിളി മാറും. പിന്നെ ബ്രഹ്മയുഗത്തിലെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും എല്ലാവരുടെയും, സിദ്ധാർത്ഥ് ഭരതൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും. അപ്പോൾ ഹീ ഡിസേർവ്സ് എ ബിഗ് അപ്ലോസ്. കാരണം പിന്നെ പ്രേമലു. അപ്പോൾ ഈ ഫെബ്രുവരിയിൽ ഇറങ്ങിയ 4 ഹിറ്റ് പടങ്ങളിലെ 3 ഹിറ്റ് പടങ്ങളുടെയും എന്താണ് മേക്കപ്പ് ചെയ്തിരിക്കുന്ന റോണക് സേവ്യറാണ്. അപ്പോൾ മാൻ ബ്രോ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, കിടില. എസ്പെഷ്യലി മഞ്ഞുമൽ ബോയ്സിലെ യുവർ മേക്കപ്പ് എൻ്റെ മോനെ. അത് ഏത് ക്യാരക്ടറിന് എന്താണെന്ന് ഞാൻ പറയാനുള്ള, കുറച്ചെങ്കിലും പേര് പടം കാണാത്തവരുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ആരാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോകും. അതുകൊണ്ടാണ് അത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ക്യാരക്ടറിൻ്റെ ഏത് മേക്കപ്പാണെന്നൊക്കെ നിങ്ങൾക്ക് പടം കണ്ടുമ്പോൾ മനസ്സിലാവും. ഒരു രക്ഷ ഞാൻ വീണ്ടും പറയാനാണ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അതിപ്പോൾ ബ്രഹ്മയുഗം ആയാലും ശരി, ഈ പടം ആയാലും ശരി, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഒരുപാട് ഫൺ പടം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പ്രേമലും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. ഞാൻ ഓൾറെഡി 2 തവണ കണ്ട്, 3ാമത് ഞാൻ പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മോനുവിനെയും അമ്മേനെയും കൊണ്ടുപോയി കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ.